വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2024 ക്ലീ എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും 3 ഇയർ LLBയുടെയും 5 ഇയർ LLBയുടെയും എല്ലാ കാൻഡിഡേറ്റ്സിനും എക്സാം എലിജിബിൾ ആയി പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയായിട്ട് ഇപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മളിപ്പോൾ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈവ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈവ് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ അതിൽ വരുന്നുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കേട്ടു പോകാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ 5 ഇയർ LLBയുടെയും 3 ഇയർ LLBയുടെയും അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് വന്നു. ഇന്ന് തൊട്ട് എന്ന് വരെയാണ് ചെയ്യാനായിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു രീതിയിലും ഈ കോളേജിൽ അലോട്ട്മെൻറ്റ് എടുത്ത് അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് വഴിയായിട്ട് കയറേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനുള്ളിൽ ഓപ്ഷൻസ് വ്യക്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 ഇയർ LLBക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇന്ന് തൊട്ട് 25-ാം തീയതി 3 മണി വരെ, അതായത് സെപ്റ്റംബർ 25 3 മണി വരെയും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. വൈകിട്ട് 3 മണി വരെ കേട്ടോ. 25-ാം തീയതി 3 മണി വരെയും 5 ഇയർ LLBക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാ കുട്ടികളും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ എടുക്കുക. കാൻഡിഡേറ്റ് പോർട്ടൽ 2024 കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സിയുടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഹോൾ ടിക്കറ്റും എക്സാം റിസൾട്ടൊക്കെ നോക്കിയത് അതേ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടൽ വരും. 3 ഇയർ LLB ആണെങ്കിൽ അതിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കുക. 5 ഇയർ LLB ആണെങ്കിൽ അതിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കാം. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകും. പ്രൊഫൈലിൽ മെനു എടുത്തു കഴിയുമ്പോൾ ആ മെനുവിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ അപ്പോൾ അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവിടെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ് പോകുന്നത് ഒരു ഫീസ് പേയ്മെൻറ്റിലേക്കായിരിക്കും. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കോളേജ് ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റുന്നില്ല എന്ന്. കോളേജ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഫീസിൻ്റെ അവിടെ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്ന് കണ്ടിട്ടുണ്ടാവും. ആ എത്രയാണോ ഫീസ് പറയുന്നത് അത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുക. അത് പോസ്റ്റ് ഓഫീസ് ത്രൂ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കാൻഡിഡേറ്റ്സ് വിളിച്ചിട്ട് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴി ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഓപ്ഷൻ രജിസ്ട്രേഷന് പറയുന്ന ഫീസ് എത്രയാണോ അത് കറക്റ്റായിട്ട് പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം 4 ഗവൺമെൻറ് ലോ കോളേജ് തന്നെ കൊടുക്കുക. നിങ്ങൾ ഏത് റാങ്കിൽ വരുന്നവരായിക്കോട്ടെ, ഇപ്പോൾ കുറഞ്ഞു പോയാൽ പോലും നിങ്ങൾ 4 ഗവൺമെൻറ് ലോ കോളേജ് കൊടുക്കുക കേട്ടോ. 4 ഗവൺമെൻറ് ലോ കോളേജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള പ്രൈവറ്റ് ലോ കോളേജസ് കൊടുക്കുക. ആ ഒരു ഓർഡറിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാം. ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. ഒരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് എല്ലാ കോളേജസും കൊടുക്കണമെങ്കിൽ എല്ലാം കൊടുക്കാം. പക്ഷെ അങ്ങനെ എല്ലാം കൂടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജസ് ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ എങ്ങാനുമാണ് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ എവിടെ കിട്ടിയാലും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പോയി ചേരണം. അത് മാൻഡേറ്ററി ആണ്. അങ്ങനെ ചേർന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കൊന്നും നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അങ്ങനെ പരിഗണിക്കപ്പെടാതെ പോയാൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ് വഴിയായിട്ട് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിൽ ചേരണം. അപ്പോൾ ചേരണം എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കോളേജ് അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടും താല്പര്യമില്ലാത്തൊരു കോളേജ് കൊടുത്ത് അവിടെ കിട്ടുന്നെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്ന കോളേജസിൻ്റെ ഓർഡറിൽ നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ കിട്ടിയില്ല എങ്കിലും ആരും വിഷമിക്കേണ്ട. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് കൺഫേം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് ഓപ്ഷൻ കൺഫേം ചെയ്ത് കൊടുക്കാം. ഇനി കിട്ടിയവർക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫേം ചെയ്ത് കൊടുക്കാം. ഈ കോളേജ് പോരാ, എനിക്കിപ്പോൾ ഈ കിട്ടിയ കോളേജ്, എനിക്ക് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജ് കിട്ടി, എനിക്കിത് വേണ്ട, എനിക്ക് എറണാകുളം തന്നെ വേണം എന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വീണ്ടും കൺഫേം ചെയ്ത് ആ ഓർഡർ തന്നെ മതിയെങ്കിൽ അത് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അതല്ല അത് തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതിന് ശേഷം അവർ പ്രസിദ്ധീകരിക്കും.
അങ്ങനെയാണ് വരുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലും നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ പോയി ചേരണം. അപ്പോൾ ഇഷ്ടമില്ലാത്ത കോളേജ് കൊണ്ട് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയാണ് കിട്ടുന്നതെങ്കിൽ പോയി ചേരേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക ആ ഒരു കാര്യം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു 5 ഇയർ LLBക്ക് 25-ാം തീയതി വരെ 3 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട് റാങ്ക്, അതായത് റാങ്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ കാറ്റഗറി ലിസ്റ്റിൽ വന്നിട്ടില്ല, കാറ്റഗറിക്ക് വേണ്ടി കൊടുത്തതാണ്, കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവരാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മെമ്മോ ആയിട്ട് വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ സിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, കൊടുത്തിരിക്കുന്ന നമ്പറിൽ കിട്ടുന്നില്ല എങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കാം. ഇത് സിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, മറ്റൊരു നമ്പറാണ്. അപ്പം നിങ്ങൾ ഇതിൽ വിളിച്ച് നോക്കുക. ഇതിൽ വിളിച്ചപ്പോൾ കുട്ടികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിൽ വിളിച്ച് നോക്കുക. ഇതിൽ വിളിച്ചിട്ട് എന്താണോ അവിടുത്തെ റീസൺ എന്ന് അവരവിടെ ചെക്ക് ചെയ്തിട്ട് പറയും നിങ്ങളുടെ ആപ്ലിക്കേഷനിലുള്ള ഇറർ എന്താണെന്ന്. അപ്പോൾ അത് മാറ്റി നിങ്ങൾ ക്ലിയർ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങളെ കൺസിഡർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമില്ല, നാളെ തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾ 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 24-ാം തീയതി 3 മണിക്കുള്ളിൽ എന്താണോ നിങ്ങളുടെ ഡിഫക്റ്റ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ ക്യൂർ ചെയ്യുക, അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യുക. റെക്ടിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ വരുവുള്ളൂ. ഇനി എല്ലാവരും ഒരു സംശയമാണ്, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ പൈസ കൊടുക്കണമല്ലോ, ഈ 1000 രൂപ കൊടുക്കണം. 500 രൂപയാണ് SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ ജുവനൈൽ ഹോം, നിർഭയ ഹോം ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ 500 രൂപ കൊടുത്താൽ മതി. അതല്ലാത്ത OBC റിസർവേഷൻ, ജനറൽ കാറ്റഗറി ഒക്കെ ഉള്ളവരൊക്കെ 1000 രൂപയാണ് കൊടുക്കേണ്ടത്. ഈ പലരും ചോദിക്കുന്നുണ്ട് ഓരോ കാറ്റഗറി പറഞ്ഞിട്ട് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന്. ഒട്ടും സംശയം വേണ്ട, നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തു കഴിയുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ ഫീസ് പേയ്മെൻറ്റ് കാണിക്കാൻ പറ്റും. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ഫീസ് പേയ്മെൻറ്റ് അവിടെ തന്നിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഫീസ്. സോ അതാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ്. അവർ പറഞ്ഞിരിക്കുന്ന 500 ആണെങ്കിൽ 500 അടയ്ക്കുക, 1000 ആണ് എങ്കിൽ 1000 ആണ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് വരുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾ അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചൂസ് ചെയ്യാം. ആദ്യം 4 ഗവൺമെൻറ് ലോ കോളേജ് കൊടുക്കുക, പ്രൈവറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് കൊടുക്കാം. ഇപ്പോൾ SNLC പൂത്തോട്ട അല്ലെങ്കിൽ ഭാരത് മാതയൊക്കെയാണ് ചേരാൻ താല്പര്യം, അല്ലസറൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വെക്കുന്നത് വേറെ ഏതെങ്കിലും ആണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയ അവിടെ തന്നെ പോയി ചേരണം. ഈ ലാസ്റ്റ് കിടക്കുന്നത് പിന്നീട് അവർ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ സോ നിങ്ങൾ താല്പര്യമുള്ള പ്രിഫറൻസ് അനുസരിച്ച് തന്നെ കൊടുക്കുക. അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആ പ്രിഫറൻസ് അതനുസരിച്ച് തന്നെ കൊടുക്കുക. മണ്ടത്തരം ചെയ്ത് വെച്ച് അവസാനം കിട്ടാതെ പോകരുത്. താല്പര്യമില്ലാത്ത ഒരു കോളേജിൽ പഠിക്കേണ്ട അവസ്ഥ നിങ്ങൾ വരരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് തന്നെ കോളേജ് കൊടുക്കാം. അപ്പോൾ അതാണ് പറയുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് SC ST കാറ്റഗറി, OEC കാറ്റഗറിയിലൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ നിർഭയ ഹോം, ശ്രീചിത്ര ഹോം അങ്ങനെയൊക്കെ ഉള്ളവരാണ് എങ്കിൽ 500 രൂപയാണ് കൊടുക്കേണ്ടത്. അതല്ലാത്തവർ 1000 രൂപയാണ് കേട്ടോ ഫീസ് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ. ഈ ഒരു ഫീസ് നിങ്ങൾ 1 ടൈം കൊടുത്താൽ മതി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ വീണ്ടും കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, 1 ടൈം കൊടുത്താൽ മതി ഫീസ്. ഈ ഫീസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എങ്ങും കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എങ്ങും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം എത്തുമല്ലോ, അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ വന്ന് കിടക്കും. ഇപ്പോൾ റിസൾട്ട് വന്ന പോലെയൊക്കെ വന്ന് കിടക്കും എലിജിബിൾ ഫോർ റീഫണ്ട് എന്ന്. നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും എങ്ങും കിട്ടിയിട്ടില്ല എങ്കിൽ. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടട്ടെ. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ തന്നെ നിങ്ങൾക്കത് റീഫണ്ട് ചെയ്ത് കിട്ടും. സോ കൊടുത്ത പൈസ പോകും, എനിക്ക് റാങ്ക് കുറവാണ് മാം, അപ്പോൾ ഇനിയിപ്പോൾ കൊടുത്ത് വെറുതെ പൈസ 1000 രൂപ കളയണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. സോ കിട്ടിയില്ലെങ്കിലും പൈസ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കാം. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അവിടെ നിങ്ങൾ മനഃപൂർവ്വം ചേരാത്തതാണ് എങ്കിൽ പിന്നെ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം ചേരാതിരിക്കുകയാണെങ്കിൽ അവരതൊരു ഫൈൻ എമൗണ്ട് ആയിട്ടാണ് കണക്കാക്കുള്ളൂ, അത് റീപേ ചെയ്ത് തരില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടതാണ്. എവിടെ കിട്ടിയാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചേരണം. അപ്പോൾ താല്പര്യമുള്ള കോളേജ് തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തമായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ, അതായത് കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയായിട്ട് തന്നെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, സിയുടെ വെബ്സൈറ്റ് വഴിയായിട്ട്. അതല്ലാതെ നിങ്ങൾ അവിടെ പോസ്റ്റലായിട്ട് അയക്കുകയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയായിട്ടോ ഫാക്സ് വഴിയായിട്ടോ ഒരു രീതിയിലും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചൊന്നും പറ്റില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റും നിങ്ങൾ ഓർത്തിരിക്കുക, ഇന്ന് തൊട്ട് 25-ാം തീയതി 3 മണി വരെയാണ് 5 ഇയർ LLBക്ക് ഉള്ളത്. 24-ാം തീയതിക്ക് മുമ്പായി ആ ഒരു ഡിഫക്റ്റ് വന്നവർ അത് തീർത്തും കൊടുക്കുക. എന്നാൽ നിങ്ങൾക്കും ഓക്കെയാണ് കേട്ടോ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പിന്നെ കോളേജസ് പറയുന്നുണ്ട്, പ്രൈവറ്റ് ലോ കോളേജസും ഗവൺമെൻറ് ലോ കോളേജസും ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലോ കോളേജസ് എല്ലാം
ബാർ കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണ്. സോ അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. അപ്പം 4 ഗവൺമെൻറ് ലോ കോളേജ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് BLLB ആണുള്ളത്. BLLB ആണ്, 120 സീറ്റ് ഉണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് BCom LLB ഹോണേഴ്സ് ആണുള്ളത്. ഈ ഹോണേഴ്സ് ഇല്ലാത്തതും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. ഹോണേഴ്സ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഹോണേഴ്സിന് കുറച്ചും കൂടി ഇൻഡെപ്ത് സ്റ്റഡി ഉണ്ടാവും. ഓക്കെ, ഓരോ സബ്ജക്റ്റും ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടാവും. മറ്റേത് അത്രയും ഇൻഡെപ്ത് ഇല്ലാന്നേ ഉള്ളൂ. വലിയ വ്യത്യാസങ്ങളില്ല. ഹോണേഴ്സ് കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന്. BCom LLB ഹോണേഴ്സ് ആണ് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തുള്ളത്. 60 സീറ്റാണ് ഉള്ളത്. തൃശ്ശൂരുള്ളത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ BBLLB ഹോണേഴ്സ് ആണുള്ളത്. 60 സീറ്റാണ്. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടുള്ളത് BBLLB ഹോണേഴ്സ് ആണ്. 120 സീറ്റാണുള്ളത്. അപ്പോൾ സീറ്റിൻ്റെ നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടും പ്രിഫറൻസ് അനുസരിച്ചും ഒക്കെ നിങ്ങൾ കോളേജസ് കൊടുക്കുക കേട്ടോ. താല്പര്യമുള്ളത് 4 ഗവൺമെൻറ് ലോ കോളേജും വെക്കുക. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് പറയുന്നുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് 24 എണ്ണം പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 21 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 3 കോളേജസും കൂടി പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലാസ്റ്റ് കൊടുത്തിട്ടുള്ള കോളേജസ് പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം അല്ലസർ ലോ കോളേജ് ഇടുക്കിയിൽ പറയുന്നുണ്ട്. അത് BCom LLBയും അതോടൊപ്പം തന്നെ BBLLB ഹോണേഴ്സും BCom LLB ഹോണേഴ്സും BLLB ഹോണേഴ്സും. ഓക്കെ, BCom LLB ഹോണേഴ്സ്, BLLB ഹോണേഴ്സ്, അതോടൊപ്പം തന്നെ BBLLB ഹോണേഴ്സ്. ഈ 3ലും 60 സീറ്റ് വെച്ചാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്തത് CSA ലോ കോളേജ് ആണ് കാണക്കാരി ഏറ്റുമാനൂരുള്ളത്. അവിടെ BLLB ഹോണേഴ്സ്, BCom LLB ഹോണേഴ്സും രണ്ടും 60 സീറ്റ് വെച്ചിട്ട്. ഇനി അടുത്തത് ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ട. അവിടെ BLLB ഹോണേഴ്സും BBLLB ഹോണേഴ്സും BCom LLB ഹോണേഴ്സും ഉണ്ട്. 60 സീറ്റ് വെച്ചാണ് ഉള്ളത് 5 ഇയർ LLBക്ക്. ഭാരത് മാതയാണ് അടുത്തത് ആലുവയുള്ളത്. ഭാരത് മാതയിലും BLLB ഹോണേഴ്സ്, BBLLB ഹോണേഴ്സ്, BCom LLB ഹോണേഴ്സ്. BBLLB ഹോണേഴ്സിന് മാത്രം 120 സീറ്റ്, ബാക്കി രണ്ടും 60 സീറ്റ് വെച്ചാണ് കേട്ടോ ഭാരത് മാതയിലുള്ളത്. പിന്നെ ഗുരു നിത്യ ചൈതന്യ കോളേജ് പറയുന്നുണ്ട്. അവിടെ BLLB ഹോണേഴ്സ് ആണ് ഉള്ളത്. 60 സീറ്റാണുള്ളത്. അടുത്തത് CSA കോളേജ് ട്രിവാൻഡ്രം. അവിടെ പറയുന്ന BLLB ഹോണേഴ്സ്, BBA, BCom LLB ഹോണേഴ്സ്. അപ്പോൾ അതിൽ BCom LLB. അപ്പോൾ അതിൽ 3ലും 60 സീറ്റ് വെച്ച്. CSA ലോ കോളേജ് ട്രിവാൻഡ്രത്ത് BLLB, BBLLB, BCom LLB ഹോണേഴ്സ് ഇല്ല കേട്ടോ. അപ്പോൾ 60 സീറ്റ് വെച്ചാണ് ഉള്ളത്. ഇനി കോർപ്പറേറ്റ് ലോ കോളേജ് ഇടുക്കിയിൽ BBLLB ഹോണേഴ്സും BCom LLB ഹോണേഴ്സും. BBLLBയിൽ ഹോണേഴ്സിൽ 120 സീറ്റും BCom LLB ഹോണേഴ്സിൽ 60 സീറ്റും. KMCT ലോ കോളേജ് മലപ്പുറത്തുള്ളത് BBLLB ഹോണേഴ്സ് 120 സീറ്റും BCom LLB ഹോണേഴ്സ് 120 സീറ്റും. മാർ ഗ്രിഗോറിയോസ് ട്രിവാൻഡ്രം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കോളേജസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. മർക്കസ് ലോ കോളേജ്, MCT, മൗണ്ട് സിയോൺ ഒക്കെ കോളേജസ് പറഞ്ഞിട്ടുണ്ട്, നോക്കുക. പിന്നെ താഴെ പുതിയ കോളേജസ് വന്നിട്ടുണ്ട്. സിൽവർ ജൂബിലി ലോ കോളേജ് കാട്ടാക്കടയുള്ളതും, IMT ലോ കോളേജ് പെരിന്തൽമണ്ണ, സെൻറ്റ് ഡൊമിനിക് ലോ കോളേജ് കോട്ടയം. അപ്പം നിങ്ങളത് നോക്കുക. അവിടെയൊക്കെ BBLLBയും BLLBയും BCom LLB ഒക്കെ ഓരോന്ന് പറയുന്നുണ്ട്. സീറ്റിൻ്റെ നമ്പറും പറയുന്നുണ്ട് കേട്ടോ. 40 സീറ്റ്, 50 സീറ്റ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏത് കോളേജാണ് താല്പര്യം, നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണ്, ഇത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള കോളേജ്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സാണോ അവിടെ ഉള്ളതെന്ന് നോക്കുക. ചാടിക്കേറി എല്ലാം കൂടെ ഓക്കെ BA കൊടുത്തേക്കാം, BBA കൊടുത്തേക്കാം, BCom കൊടുത്തേക്കാം ഒക്കെ കൊടുക്കുന്നു. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ കൊടുത്തിട്ട് അതാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി പഠിക്കേണ്ടി വരും, ചേരേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഫർദർ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എങ്ങും കിട്ടുന്നില്ലെങ്കിൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി കൊടുക്കുക, താല്പര്യമുള്ള കോളേജസ് കൊടുക്കുക. ആദ്യം എന്തായാലും 4 ഗവൺമെൻറ് ലോ കോളേജ് വെക്കുക. അതിനുശേഷം പ്രൈവറ്റ് ലോ കോളേജ് വെക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ആദ്യം വെക്കാൻ നോക്കുക കേട്ടോ. എല്ലാം വെക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വെച്ചാൽ മതി. പിന്നെ വെക്കുമ്പോൾ ആദ്യം വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് ആയിരിക്കണം. ഒട്ടും താല്പര്യമില്ലാത്ത കോളേജാണെങ്കിൽ വെക്കുക വേണ്ട. പിന്നെ ഫീസ് സ്ട്രക്ചറും ഇതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ള കോളേജസ് എല്ലാം ഞാൻ പറഞ്ഞു ബാർ കൗൺസിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്ഷൻസ് വെക്കാം കേട്ടോ. ലിമിറ്റ് ഇല്ല, എത്ര വേണേലും വെക്കാം. ഇനി ഇതിൻ്റെ ഫീസ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ലോ കോളേജസിലെ ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 1575 രൂപയാണ് പെർ ഇയർ വരുന്നത്. ട്യൂഷൻ ഫീ മാത്രമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ലാതെ അവിടെ ബാക്കി നമ്മൾ ഇപ്പം എന്തെങ്കിലും ബിൽഡിംഗ് ഫണ്ട് അല്ലെങ്കിൽ വേറെ PTA ഫണ്ട്, ലൈബ്രറി ഫണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആനുവൽ ട്യൂഷൻ ഫീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈവറ്റ് ലോ കോളേജസിലെ ആനുവൽ ട്യൂഷൻ ഫീസ് 36,750 രൂപയും സ്പെഷ്യൽ ഫീസ് 5,250 രൂപയും. കോഷൻ ഡെപ്പോസിറ്റ് 5000 രൂപ. ഇതൊക്കെ 1 ടൈം ആണ്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റും 1 ടൈം, ഒരു സമയം നമുക്ക് കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ട, എല്ലാ വർഷവും കൊടുക്കണ്ട. ഈ ട്യൂഷൻ ഫീസ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കണം കേട്ടോ.
റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് 50,000 രൂപ. ഇത് നമുക്ക് കോളേജ് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് മെറിറ്റിലെ ഫീസ് സ്ട്രക്ചർ പറയുന്നത്. മാനേജ്മെൻറ്റിൽ ഡിഫറെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുത്ത് ചേരേണ്ടി വരും. അതായത് എത്രയാണോ ആ കോളേജ് മാനേജ്മെൻറ്റ് ഫീസ് പറയുന്നത് ആ പൈസ കൊടുത്തിട്ടാണ് നമ്മളവിടെ പഠിക്കേണ്ടി വരുന്നത്. കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഏത് കോളേജിലാണോ മാനേജ്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അങ്ങനെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി അല്ലാതെ. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഫീസ് സംബന്ധമായ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിലെ ഫീസാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത്തവണത്തെ ഫീസിൻ്റെ അപ്ഡേറ്റ് ഇവർ പറഞ്ഞിട്ടില്ല. ഇത്തവണത്തെ ഫീസിൽ ചിലപ്പോൾ ചില വേരിയേഷൻസ് വന്നേക്കാം. അപ്പോൾ ആ വ്യത്യാസങ്ങൾ വന്നേക്കുകയാണെങ്കിൽ ആ എമൗണ്ടും കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ലാസ്റ്റ് ഇയറിലെ ഫീസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അഡ്മിഷൻ ടൈമിൽ വേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് വെക്കാൻ ഒരു ഡോക്യുമെൻറ്റ്സും വേണ്ട. ഓക്കെ, ഓപ്ഷൻ രജിസ്റ്റർ പൈസ കൊടുക്കുക, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക, തീർന്നു. ഇനി അലോട്ട്മെൻറ്റ് വരുമ്പോൾ നോക്കുക. അലോട്ട്മെൻറ്റ് എന്ന് വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അലോട്ട്മെൻറ്റ് മിക്കവാറും ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വരാം, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വരാം. പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അഡ്മിഷന് പോകുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് കാൻഡിഡേറ്റ് ഡേറ്റാ ഷീറ്റ്, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് വന്നത് ഒരു കാറ്റഗറിയിൽ, നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റിൽ എത്രയാണ് റാങ്ക് വന്നത്, ഇതൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ ഡേറ്റാ ഷീറ്റ്. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്ന് പറയുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഉള്ള മെമ്മോ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ. പിന്നെ അടുത്തുള്ളത് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, പാസ്പോർട്ട് സൈസ് 4 ഫോട്ടോ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, ക്ലീയുടെ നെക്സ്റ്റ് സ്റ്റെപ്സ്, നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ സോ നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ് ആ വീഡിയോ. അതിൽ ഞാൻ പറയുന്നുണ്ട് ഫീസ് സംബന്ധമായ വീഡിയോ, ആർക്കൊക്കെയാണ് ഫീസിൻ്റെ കൺസെഷൻ വരുന്നത്, മാനേജ്മെൻറ്റ് ഫീസ് ഏറെക്കുറെ എങ്ങനെയാകും എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ലോ കോളേജസ് കമ്പയർ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ലോ കോളേജസ് MG യൂണിവേഴ്സിറ്റി അണ്ടറിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലും അവിടുത്തെ ഫെസിലിറ്റീസ് വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയും കണ്ടു നോക്കാം. 2 യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള പ്രൈവറ്റ് ലോ കോളേജിൻ്റെ വീഡിയോ, ക്ലീയുടെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അഡ്മിഷന് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കണ്ടു നോക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു എത്രയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്, ആർക്കൊക്കെയാണ് ഫീസിൻ്റെ കൺസെഷൻ ഉള്ളത്, ഈ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഇനി 3 ഇയർ LLBയുടെ പറയുന്നുണ്ട്. 3 ഇയർ LLBയുടെ ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. 3 ഇയർ LLBക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി 3 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 26-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കുക. അത് സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സേവ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക. പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾ കറക്റ്റാണ് ചെയ്തത്. ബെറ്റർ നിങ്ങളൊരു കഫേയിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പ് ഉണ്ട് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം വഴിയായി ചെയ്യുകയായിരിക്കും നല്ലത്. ഫോൺ വഴി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഡിഫക്റ്റ് വന്നിട്ടുള്ളവരാണ് എങ്കിൽ ഡിഫക്റ്റ് 25-ാം തീയതിക്ക് മുമ്പ് 3 ഇയർ LLBക്കാർ 25-ാം തീയതിക്ക് മുമ്പായി അത് റെക്ടിഫൈ ചെയ്യുക. ഓക്കെ, 5 ഇയർ LLBക്കാർ 24-ാം തീയതിക്കുള്ളിലും മാറിപ്പോരുത്. പിന്നെ ഇവിടെയും പറയുന്നുണ്ട് 3 ഇയർ LLBയിൽ നിങ്ങൾക്കും ഫീസ് റീഫണ്ട് ഒക്കെ ചെയ്ത് കിട്ടും. ഈ കൊടുക്കുന്ന 1000 രൂപ 500 രൂപ എന്ന് പറയുന്ന എങ്ങും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ റീഫണ്ട് ചെയ്ത് തരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ വീണ്ടും പൈസ അടയ്ക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പൈസ ഒന്നും അടയ്ക്കേണ്ട, ആദ്യം കൊടുത്തത് തന്നെ മതി, കൺഫേം ചെയ്താൽ മതി കേട്ടോ. പിന്നീട് 4 ഗവൺമെൻറ് ലോ കോളേജസ് പറയുന്നുണ്ട്. ആ 4 ഗവൺമെൻറ് ലോ കോളേജസിലും 3 ഇയർ LLB ഉണ്ട്. സീറ്റിൻ്റെ നമ്പറും പറയുന്നുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് 13 എണ്ണം ഉണ്ട്. ആ 13 ലോ കോളേജസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ 13 ലോ കോളേജസിലും 60 സീറ്റ് വെച്ചിട്ട് പറയുന്നുണ്ട്. ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ടയിൽ 120 സീറ്റ് ഉണ്ട് കേട്ടോ 3 ഇയർ LLBക്ക്. ബാക്കിയെല്ലാം 60, 50 ആയിട്ട് 40. ഇപ്പോൾ IMT ലോ കോളേജ് പെരിന്തൽമണ്ണയൊക്കെ ആണെങ്കിൽ 40 സീറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫീസിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ആ സെയിം കാര്യങ്ങൾ. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടു നോക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓപ്ഷൻസ് എല്ലാവരും നിങ്ങൾ കറക്റ്റായിട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.